വണ്ടി ആക്സിഡന്റ് ആയി ഗായ്സ്, വണ്ടി ആക്സിഡന്റ്. ഇൻഡിക്കേറ്റർ ഓഫ് ആക്കട്ടെ. ഇത് നോക്കുക, ഷെഡ് ഇട്ട് നിൽക്കുന്നു. ഷെഡ് ഇട്ടിട്ട് ഇവിടെ പാൻറ് അയച്ചു വെച്ചിട്ട് ഒരു പബ്ലിക് പ്ലേസിൽ വെറും ഷെഡ് ഇട്ട് വെള്ളം ഉപയോഗിച്ച് കഴുകിക്കൊണ്ടിരിക്കുക. നീറുണ്ട കാണില്ല കേട്ടോ എൻ്റെ ഓഡിയൻസിന് നിന്റെ മുറി കുറച്ച് തിരിക്കി. പെട്രോൾ അടിക്കരുത് ഗായ്സ് 90 രൂപയ്ക്ക് പെട്രോൾ അടിക്കാനാണ് ഗായ്സ് പറഞ്ഞത്. ഗായ്സ്, നമ്മൾ പാലക്കാടിൻ്റെ അഭിമാനങ്ങളിൽ ഒന്നായ മലമ്പുഴ ഡാമിനാണ് നിങ്ങളിപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ മലമ്പുഴയ്ക്ക് കയറാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഇപ്പോൾ കയറാനും പറ്റില്ല തോന്നുന്നുണ്ട്, അത് അടച്ചിട്ടിരിക്കുകയാണ് പണികളുടെ ഭാഗമായിട്ട്. ഇതാണ് ഗായ്സ് മലമ്പുഴ ഡാം. നമ്മൾ പോകുന്നത് കവ ഐലൻഡിലേക്കാണ്. തുടർന്നുള്ള വിശേഷങ്ങൾ നിങ്ങളെ തീർച്ചയായും കാണുന്നതായിരിക്കും. ഇവിടെ ഫുൾ ഓഫ് ഫിഫ വേൾഡ് കപ്പിൻ്റെ എന്താ പറയുക ഫ്ലെക്സുകളാണ് ഗായ്സ്. ഈ തണുപ്പത്ത് ഇവിടെ ആളുകൾ സർബത്തും നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുന്ന കാഴ്ച കാണുന്നു. നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒന്നും കുടിക്കില്ല ഗൈസ്. ആളുകൾ നോക്കുന്നു ഇപ്പോൾ ഏതോ ഒരു യൂട്യൂബേഴ്സാണ് മോളെ. നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് മലമ്പുഴയോടനുബന്ധിച്ചുള്ള സ്നേക്ക് പാർക്കിലേക്കാണ് ഗൈസ്. നമുക്ക് കവയ്ക്ക് പോകുന്ന വഴിയാണ് ഗൈസ്. പക്ഷെ നമുക്ക് ഇവിടുന്ന് മലമ്പുഴ ഡാമിൻ്റെ ഷട്ടറിൻ്റെ വ്യൂ കാണും. പക്ഷേ ഷട്ടർ തുറന്നിട്ടുണ്ടാവാൻ സാധ്യത ഒന്നും കാണുന്നില്ല. അതാണ് ഗൈസ് മലമ്പുഴ ഡാമിൻ്റെ ഷട്ടർ. full of turbulence, and guys, this is the Malambura Dam. ഞാൻ പറയൂ എന്തെങ്കിലും പ്രശ്നം. എന്താ പറയുന്നത്, ഒരു കുറച്ച് ഉറക്കേട്ടോ. എന്താ പറയണ്ടെന്ന് പറ. കവയെക്കുറിച്ച് എന്തെങ്കിലും രണ്ട് വാക്ക്. കവയെക്കുറിച്ച് അറിയാത്ത നമ്മുടെ പറയുന്നത് പ്രകൃതി മനോഹരമായ സ്ഥലം, പ്രകൃതി രമണീയത വാരിച്ചൊരിയുന്ന കേരള ഭൂമിയിൽ പാലക്കാടിൻ്റെ അഭിമാനങ്ങളിൽ ഒന്നായ കവ ഐലൻഡിലേക്കുള്ള യാത്രയിൽ വഴിയിൽ കണ്ട ഒരു നല്ല സ്പോട്ടിലാണ് നമ്മളിപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത് ഗായ്സ്. ആക്ച്വലി ഇത് കപ്പിൾസ് സ്പോട്ടാണ്. പല ഭാഗങ്ങളിലായിട്ട് ഇവിടെ കപ്പിൾസ് ഉണ്ട്. പക്ഷെ നമ്മൾ അവരൊന്നും ശല്യം ചെയ്യാത്ത വിധം കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്ത് യാത്ര മുന്നോട്ട് തുടരുന്നതായിരിക്കും. ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം. എന്തെങ്കിലുമൊക്കെ രണ്ട് വാക്ക് പറയേണ്ട ഓഡിയൻസിനോട്. ജീവിതത്തിൻ്റെ തിരക്കേറിയ ഓട്ടങ്ങൾക്കിടയിൽ സമ്മർദ്ദത്തിലാണോ നിങ്ങൾ? ജീവിതത്തിൽ കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തുടർന്ന് കാണുക. ക്യാമറമാൻ കൃഷ്ണപ്രസാദിനോടൊപ്പം കവയിലോട്ട് വരാൻ കഴിയാത്തവർ ദയവചെയ്ത് വ്ളോഗിലൂടെ കവയിലേക്ക് വരിക. കണ്ടോ, നമുക്ക് ദൂരെ പല ഇടങ്ങളിലായിട്ട് കപ്പിൾസൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മൾ അവരെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യരുത്. അവർ വീഡിയോ ഷൂട്ട് ചെയ്ത് ബ്ലർ ചെയ്തായിരിക്കും നമ്മൾ മറ്റുള്ളവരുടെ പ്രൈവസിയിൽ ഒരിക്കലും നമ്മൾ ചോദിക്കാതെ കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നില്ല ഗൈസ്. പാലക്കാടിൻ്റെ അഭിമാനങ്ങളിൽ ഒന്നായ കവ ഐലൻഡിലേക്കുള്ള യാത്ര നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ധാരാളം വണ്ടികൾ പോയി വരുന്നത്, അല്ലെങ്കിൽ ഒരു മനുഷ്യരില്ലാത്ത റോഡല്ലേ ഇത്.
എന്താ പറയാനുള്ളത്? ആളുകൾ എല്ലാവരും വരുന്നുണ്ട്, തമിഴ്നാട്ടിലൊക്കെ ആൾക്കാർ വരുന്നത്. ഞങ്ങൾ ആക്ച്വലി ഇന്നലെ വരണം വിചാരിച്ചു, പക്ഷേ ഇന്നലെ മഴയുടെ അതിപ്രസരം കാരണം നമുക്ക് എത്താൻ സാധിച്ചില്ല. പക്ഷെ നമ്മൾ ഇന്ന് വന്നിരിക്കുകയാണ്. നല്ല വള്ളിപ്പടർപ്പുകളും നല്ല ഒരു അല്ലേ പ്രകൃതിയുടെ. യെസ്, നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ലെറ്റ്സ് ഗോ. മനോഹാരിതയെക്കുറിച്ച് പാലക്കാട് ആളുകൾ നല്ല ക്ലൈമറ്റ് കേട്ടാ. നീ എന്നെ കാണിക്കുന്നു. എപ്പോഴത്തേക്ക് ഇങ്ങോട്ട് നിൽക്കും. നമ്മൾ കവ തപ്പി 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 നമ്മളൊരു വരണ്ട പ്രദേശത്തെത്തി. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചത് ധാരാളം മഴയുള്ളതുകൊണ്ട് ഇവിടെ നിറച്ച് വെള്ളമായിരിക്കും, നമ്മൾ കുളിക്കാം നനയാമെന്നൊക്കെ വിചാരിച്ചാണ് വന്നത്. പക്ഷെ സംതിങ് വെരി ഗുഡ്. ആഴത്തുകൂടെ ഇറങ്ങിപ്പോകും, കുറച്ച് ദൂരം പോവും. ഒന്നും പറ്റില്ല നിന്റെ വണ്ടിക്ക്. ഉരുണ്ട് പോയ നമ്മൾ കവ ഐലൻഡിലേക്ക് മറിഞ്ഞ് വീഴുന്നതായിരിക്കും ഗൈസ്. ആ ചെക്കന്മാര് എഴുതിയനടി വന്നു, അവര് എഴുതിയന് വന്നപ്പോ വണ്ടി ഓടിക്കാനേ ബോധമില്ല ഗൈസ്. എന്നാ വണ്ടി ഓടിക്കാൻ ചോദിച്ചാൽ തരും, അതുമില്ല. ഇന്ത്യനെ ആക്ച്വലി വണ്ടിക്ക് പോലെ വഴിയില്ല. അപ്പം നമ്മൾ നടന്ന് തന്നെ അപ്പുറത്തേക്ക് പോയിട്ട് അവിടുത്തെ വ്യൂകൾ ഒപ്പിയെടുക്കുന്നതായിരിക്കും ഗൈസ്. നല്ല കാറ്റുണ്ട് ഗൈസ്. ഇത് എന്ത് കായാണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പക്ഷെ ഇതിൽ കുറച്ച് ക്ലാരിറ്റി ഉണ്ട് അല്ലേ? അവിടെ അത് കാണിക്ക്. നാരങ്ങയൊന്നും അല്ല, വേറെ എന്തോ ഒരു സാധനം. ആളുകൾ പ്ലാസ്റ്റിക് കൊണ്ടുവന്നിട്ടിരിക്കുന്ന ഇങ്ങനെയുള്ള ആളുകളാണ് ഈ സമൂഹത്തെ തന്നെ നശിപ്പിക്കുന്നത്. ഇത്രയും പ്രകൃതി രമണീയമായ സ്ഥലത്ത് കൊണ്ടല്ലേ. ആരുടെ വീട്ടില് പ്രശാന്ത് നമ്മൾ റീസെൻ്റ് കാത് വെക്കൽ കാണിച്ചു കൊടുക്കട്ടെ ഓഡിയൻസിന്. ഇങ്ങോട്ട് തിരി. ഇതൊക്കെ എന്ത് മരമാണോ നോക്കേ. ഇത് മറ്റേ കുമ്പിള്, ഈ കുമ്പിളപ്പൊക്കെ ഉണ്ടാക്കുന്ന കുമ്പിള് കുത്തുന്ന ഇലയല്ലേ? അതല്ല അല്ലേ? അതുപോലെ ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ എങ്ങനെ ഇതിൻ്റെ ഭംഗി നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് അറിയില്ല. നമ്മൾ വെള്ളമുള്ള ഏരിയ കുറച്ച് അപ്പുറത്തുണ്ട്, അത് ലക്ഷ്യമാക്കിയാണ് നമ്മുടെ യാത്ര. ഇവിടെ ആരോ ഒരു സോൾ എലോൺനെസ് ഇഷ്ടപ്പെട്ടിരിക്കുന്നുണ്ട്. വരും പോവാം. വരൂ കൂട്ടുകാരെ, ഒന്നിച്ചു നമ്മൾ പോയാൽ. നമ്മളെങ്ങോട്ട് പോകുന്നത്?
ഈ മരം എന്താണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ ഗൂഗിൾ ലെൻസിലൂടെ സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതിനടുത്ത് പോയി ഒരു ഇല സ്കാൻ ചെയ്താൽ മതി കുട്ടി. മരം എന്താണെന്ന് അറിഞ്ഞിട്ട് എന്താ വീട്ടിൽ കൊണ്ട് നടാൻ. അതിൻ്റെ കായ് ഇതിലില്ലല്ലോ. പക്ഷേ ഇവിടെയൊക്കെ കായ് ഇങ്ങനെ ഉണങ്ങി വീണ് കിടക്കുന്നുണ്ട് ഗായ്സ്. പക്ഷെ നമുക്കത് എന്ത് കായാണെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് പ്രശാന്ത്. ടെക്കി ബോയ്. ജലാശയ മേഖലയിൽ കണ്ടുവരുന്ന മരമാണ്. യെസ്, കവ ഒരു ജലാശയമാണല്ലോ. കാല് നമ്മൾ നിലത്ത് നോക്കി നടന്നില്ലെങ്കിൽ അത് കഠിനമായ മുറിവുകൾക്ക് സാധ്യതയുണ്ട്. കാലം തെറ്റിപ്പോത്ത 2-3 കണിക്കൊന്നകളുണ്ട് ഗായ്സ് ഇവിടെ അല്ലേ പ്രശു? അത് വേറെ ഏതോ വഴി ഉണ്ട് അങ്ങോട്ട്. ഞാൻ പറഞ്ഞ വഴിയൊന്നും കുഴപ്പമില്ല ഗായ്സ്. എന്നിട്ട് വെറുതെ നടക്കാനൊക്കെയാണ് ഗായ്സ്. അതാണ് വെള്ളമുള്ള ഏരിയ. പക്ഷെ വെള്ളത്തിൻ്റെ അടുത്ത് വരെ എത്തണമെങ്കിൽ നമുക്ക് കുറച്ചധികം നടക്കേണ്ടി വരുന്നു അല്ലേ? എന്തെങ്കിലും പറയുന്നത് പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യും. അശ്വിൻ്റെ കാര്യം കൂടുതലൊന്നും പറയുന്നില്ല ഗായ്സ്. എൻ്റെ യൂട്യൂബിൻ്റെ വരുമാനം, എൻ്റെ യൂട്യൂബിലൂടെ നോക്കുക ഗായ്സ്, ആളുകൾ അപരാധം കാണിച്ചു വെച്ചിരിക്കുന്നത്. നല്ല കാറ്റ്. കാറ്റിൻ്റെ ശക്തിയാണെങ്കിൽ അതിൻ്റെ പാൻറ് നോക്കിക്കോളൂ നിങ്ങൾ ഗൈസ്. ഞാൻ പ്രശാന്തിനോട് പറഞ്ഞു നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വരികയാണ്. ഞാൻ വീഡിയോ എടുക്കാം. കുളിക്കാനുള്ള കെച്ചപ്പിൽ വന്നതാ. പക്ഷെ ഞാൻ വിചാരിച്ചു ഈ ഡാം നിറഞ്ഞിരിക്കുന്നുണ്ടാവുമെന്ന്. പക്ഷെ ഗായ്സ് ആ കാണുന്നത് ഒരു ദ്വീപാണ്. ദ്വീപ്. ഈ മലയൊക്കെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ ഒരു ഒരു ആർട്ടിഫിഷ്യൽ എഫക്റ്റ് അല്ലേ? കൊള്ളാം. പക്ഷെ നല്ല റിലാക്സേഷൻ. ആരും മൂത്രവെച്ചതാണെന്നാണ് സാധ്യത. ഇതേതോ വന്യജീവികളുടെ കാൽപാദങ്ങൾ നമ്മളിവിടെ കണ്ടെത്തിയിരിക്കുകയാണ്. ഗായ്സ്, നമ്മൾ ഇതിന് നടന്ന സമയത്ത് ചെറുതായിട്ടൊരു ഫോണിൻ്റെ റിങ്ങിങ് സൗണ്ട് കേട്ടു. എൻ്റെ അല്ല, പ്രശാന്തിൻ്റെ അല്ല. ഈ പരിസരത്ത് പക്ഷേ അങ്ങനെ റിംഗ് ടൂൺ കേൾക്കാൻ നിലവിൽ അങ്ങനെ കേൾക്കാൻ പാകത്തിന് ആൾക്കാരാരുമില്ല. അപ്പോൾ ഈ പരിസരത്ത് എവിടെയോ ഒരു ഫോൺ ആരോ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഗായ്സ്. നമ്മളത് കണ്ടുപിടിച്ച് റീസെറ്റ് ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഒന്നുകൂടെ വിളിക്കാൻ പറ ആരെക്കൊണ്ടെങ്കിലും. ഞങ്ങൾ വീഡിയോ എടുക്കരുത്. വി ആർ സെലിബ്രിറ്റീസ്. ഏതാനും നിമിഷങ്ങൾക്കകം പ്രശാന്തിനെ കുളിസീനിന് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. മലയാളി പ്രേക്ഷകർ കുളിക്കാൻ ഒരുങ്ങി വന്നതല്ലേ പ്രശു? നല്ല വെള്ളമാണിത്. ശുദ്ധമായ പശുവിൻ പാല്. ധാരാളം വണ്ടികൾ അങ്ങ് അറ്റം വരെ എത്തുന്ന വഴികളുണ്ട് ഗായ്സ്. അവിടെയൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ വണ്ടികളാണ്. പക്ഷെ വണ്ടി കയറാത്ത വഴി കണ്ടുപിടിച്ച് ഞങ്ങൾ വന്നു. ഞങ്ങളുടെ വണ്ടി അതങ്ങ് അവിടെ എവിടെയോ നിർത്തി വെച്ചിരിക്കുകയാണ്. ഇനി അതുവരെ നമ്മൾ തിരിച്ചു നടക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ വലിയൊരു വെയിലില്ലാത്തതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ നടക്കും. നല്ല പരിപാടി ആസൂത്രണം ചെയ്താലും അതൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ മാത്രമേ ചെന്ന് അവസാനിക്കൂ. ഓ, തണുപ്പില്ല. പാൻ്റ് ഉണ്ട് നാനയും തല കറക്കുക. എന്തിന് ആനയത് ഇനിയിപ്പോ പറഞ്ഞല്ല. ഹായ്, നമുക്ക് പോയി ഫോട്ടോ എടുത്താലോ? ഇത് നോക്കുക, ഷെഡ് ഇട്ട് നിൽക്കും. ഷെഡ് ഇട്ടിട്ട് ഇവിടെ പാൻറ് അയച്ചു വെച്ചിട്ട് ഒരു പബ്ലിക് പ്ലേസിൽ വെറും ഷെഡ് ഇട്ട് നിൽക്കും. വെരി ബാഡ്. അത് കാണിച്ചു കൊടുത്തത്. ഇത് കണ്ടോ, ആ ചേട്ടൻ്റെ കയ്യിൽ നല്ല മീനുണ്ട്, പിടയ്ക്കുന്ന മീനുണ്ട്. ചേട്ടൻ അവിടെ വരെ പോയി നടന്ന് മീൻ പിടിച്ച് ചേട്ടൻ നടന്ന് മീൻ പിടിച്ചു. അയ്യോ ചേട്ടൻ ഇവന് 18+. നമുക്ക് ഈ ഫോണിൽ അറിയില്ല, പക്ഷെ അല്ലാതെ കാണുമ്പോൾ
തല കറങ്ങും കേട്ടോ. അതുകൊണ്ട് സൂക്ഷിച്ച് വരും. ഒറ്റയ്ക്ക് ആരും വരരുത്. റിസ്ക് എലമെന്റ് പഠിക്കുന്ന വിദ്യാർത്ഥി അതാരൊക്കെയോ കാർ ഓടിക്കാനൊക്കെ പഠിക്കുന്നുണ്ട്. വട്ടത്തില് 8 ഇടുകയാണോ കാറും കൊണ്ട് എച്ചല്ലുണ്ട്. നല്ല രസമുണ്ട് ഗൈസ്, ഒന്നും പറയാനില്ല. ഭയങ്കര സമാധാനം. കുറച്ച് ഉറക്കെ പറഞ്ഞു നോക്കാം. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ആരും ഇവിടെ അല്ല ഇവിടെ എവിടെ പഠിക്കാൻ വന്ന ഏതോ കുട്ടിയാണ്, മെഡിക്കൽ സ്റ്റുഡൻ്റ് എന്നാണ് ഞാൻ ഓർമ്മ. അവർ വെള്ളത്തിൽ മുങ്ങി മരിച്ചു. എന്ത് ദുഃഖകരമാണല്ലേ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഒരു പണിക്കും നിൽക്കരുത്. ദയവ് കാണുക, പോവാ, വീട്ടിൽ പോയി കുളിക്കുക. നോക്കൂ ഗൈസ്, പാൻറ് ഇടുന്നു കുൽസി. ഇതെല്ലാം നമ്മൾ ബ്ലർ ചെയ്തിട്ടായിരിക്കും വ്ളോഗിൽ നമ്മൾ അറിയിക്കുക. ഇവിടെ ഒന്നും ആരുമില്ല. ആരും വരാത്ത വഴികളിലൂടെ സഞ്ചരിക്കുന്ന 2 ജനം. കപ്പിൾ ഗോൾസ്. വെറുതെ നാട്ടുകാരെ കപ്പിൾ ഗോൾസ്. കപ്പിൾസൊക്കെ ആയിട്ട് കവയ്ക്ക് വരിക, കൈകോർത്ത് നടക്കുക കേട്ടോ. കൂടുതലൊന്നും നിൽക്കരുത്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ക്യാമറാസ് ഉണ്ട്. വീഡിയോ കിട്ടിയില്ല, ഫോക്കസ് ചെയ്യാൻ തൊട്ട് കൊടുക്കുക. നമ്മൾ നെക്സ്റ്റ് പ്ലാൻ എന്താ പ്രശു? ഫുഡ് യൂട്യൂബേഴ്സിന്റെ ഫണ്ട്സിലാണ് നമ്മൾ ഇന്നത്തെ ലഞ്ചസ് കഴിക്കാൻ പോകുന്നത്. UST ഡെവലപ്പറാണ് നമുക്ക് ഇന്ന്. UST ഈസ് നോട്ട് ഗിവിംഗ് ചെക്ക്. ഇതൊന്നും പറയരുത്, ഇതൊക്കെ വീട്ടിൽ കട്ടിയാണ് കേട്ടോ. ഹൈക്ക് വരുമ്പോൾ ഞാൻ ബാക്കി പറയാം. ഹൈക്ക് പറയുമ്പോൾ ഒരു പ്രത്യേക വ്ളോഗ് നമ്മൾ ഇടുന്നതായിരിക്കും. നമ്മളപ്പോൾ തൽക്കാലത്തേക്ക് കവായിലേക്ക് യാത്ര പറയുകയാണ് ഗൈസ്. വളരെ പീസ്ഫുൾ ആയിട്ടാണ് ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല. മൈൻഡ് റിലാക്സ് ആയി. എനിവേ, ലെറ്റ്സ് സീ ഓൺ അവർ നെക്സ്റ്റ് സ്പോട്ട്. വണ്ടി ആക്സിഡൻസ് ആയി ഗൈസ്, വണ്ടി ആക്സിഡന്റ്. എന്നെ വണ്ടി ഇവിടെ മറിച്ചിട്ടുണ്ട്. കാണിച്ചിട്ട് കാണിച്ചു കൊടുക്കട്ടെ. നീ വണ്ടി ഓടിക്കണ്ട കേട്ടോ പ്രശ്നം. എനിക്ക് വയ്യ. നോക്കട്ടെ. വെള്ളം പോലും ഇല്ല കേട്ടോ പ്രശ്നം. റെസ്റ്റ് എടുക്കും കുറച്ച് നേരം. ഇത്രയും മണലിൻ്റെ കൂടെ പിന്നെ ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് ചുറ്റിത്തിരിക്കാണ്ട് വൺ സൈഡ് ഇടുന്നതിന് ഇപ്പം എൻ്റെ തല പൊട്ടി ചത്തേനെ ഞാൻ. ആരും വന്ന പോലും ഇല്ലല്ലേ. ആരുള്ള അതിനാ. എവിടെ പ്രശ്നം നിൽക്കുക? എനിക്ക് വ്യൂ കിട്ടിയില്ല ഗായ്സ്. പ്രശാന്തിൻ്റെ കൈ ആക്സിഡൻറ്റിൽ അപകടപ്പെട്ട നമ്മൾ തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകിക്കൊണ്ടിരിക്കുക. നീറുണ്ടോ? കാണില്ല കേട്ടോ എൻ്റെ ഓഡിയൻസിന് നിൻ്റെ മുറി. നിറയെ മണ്ണാണ് പ്രശ്നം. എന്താ ചെയ്യാ? മുളക് വരയ്ക്കാത്തോട്ടോ ഗായ്സ്. പ്രശാന്തിൻ്റെ എൻ്റെ കയ്യിൽ ചെറുതായിട്ട് അവിടെ 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 എന്തൊക്കെയോ ഒന്നും ആയില്ല. കാരണം ഞാൻ സംയമനം പാലിച്ചു. ചേട്ടനോട് അവിടെ വെക്കാൻ പറഞ്ഞു. ചെറിയൊരു നീറ്റൽ ചെറുതാവും. അതൊന്നും നമ്മൾ ഒരു ഓയിൽമെൻറ്റ് കേൾക്കുന്ന പോലെ ഉണ്ടാവും. ഉണ്ടോ പ്രശ്നം? നീറ്റലുണ്ടോ? ചാരം മുറിച്ച കുഴപ്പമില്ല. കൊടുത്തിട്ട് തിന്നിയ പ്രശ്നം. ചൂടേ ഇല്ല.
ഒരറ്റം. മോള് തട്ട് എൻ്റെ മുടി നോക്ക്. ഇത് മറ്റേ ചോളമാണ്, സ്വീറ്റ് കോൺ. ഗായ്സ് നമ്മൾ എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കട്ടെ, ക്ഷീണിച്ചു ഗായ്സ്. പറ. മഴ പെയ്യുന്നു ഗായ്സ്. പോകുമ്പോൾ വരണമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച് വരുമ്പോഴായി പോകുന്നു. നല്ല മഴ പെയ്യുന്നു ഗായ്സ്. നമ്മളിത് മരച്ചു ഇടവഴിയിൽ മഴച്ചോട്ടിൽ മഴ നനഞ്ഞതോർക്കാറുണ്ടോ. നല്ലൊരു ചായ കുടിക്കാൻ തോന്നുന്നു. ചായക്കടയില്ല, ചായക്കടയുള്ള സ്പോട്ടല്ല ഇത് ഗൈസ്. കൈ കാണിക്കയ്യോ, അറിയാണ്ട് കയറി പിടിച്ചു ഞാൻ. കൈ ഇതാണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ്. നമുക്കൊരു ചേട്ടൻ മരുന്ന് വെച്ച് കൊടുത്തു ചേട്ടൻ. മറ്റേ എന്താ അതിന് പറയാ, കമ്മ്യൂണിസ്റ്റിന്റെ അല്ല വൈദ്യ എൻ്റെ. പക്ഷേ കാലിൽ ഇവിടെ നല്ല വേദനയുണ്ട്. ഇനിയിപ്പോൾ വീട്ടിൽ പോയാലും അറിയുള്ളൂ എന്താ അവസ്ഥ. അതൊക്കെ വീട്ടിൽ നിന്ന് വരുമ്പോഴാണ് ഞാൻ കൊടുത്തതല്ലേ. വണ്ടിക്ക് ഒരുപാട് സൂപ്പറിന് ഒട്ടിച്ച പോലെ അതിൻ്റെ ഇവിടെയും വേണ്ട കേട്ടോ. വേറെ ഒന്നും ആയില്ല കാലിലൊന്നും. തിരി ഇതെന്താ ഇതിൻ്റെ ഇവിടെ എഴുതിയിരിക്കുന്നത്? അത് കാലില് എനിക്ക് 100 മനുഷ്യൊന്നും ആയിട്ടില്ല. എൻ്റെ എവിടേക്കോ വേദനിക്കുന്നു. എൻ്റെ ഈ കാലിലേക്കാണ് വീണത് വണ്ടി, ഇടത് കാലിലേക്ക്. ചരലിൽ കിടന്ന് സർക്കസ് കാണിച്ച. എന്താ ചെയ്യാം, കാണാൻ മെമ്മറീസ് നമുക്ക് ഓർത്ത് വെക്കാം. വരാനുള്ള ഒന്നും വഴി തങ്ങില്ലല്ലോ അല്ലേ. 3-ാമത്തെ അങ്ങനെ ഞാൻ വീണിട്ട് വണ്ടിന് ശേഷം ഞാൻ എൻ്റെ ശേഷം എനിക്ക് ജീവനിൽ കൊതിയുള്ളത് കൊണ്ട് ഞാനാണ് വണ്ടി ഓടിക്കുന്നത് ഗൈസ്. നല്ല മഴ കുറച്ച് ക്ലാരിറ്റി ഇല്ല. ടച്ച് ചെയ്ത് കൊടുക്കും. നമ്മളപ്പോൾ ചായ കുടിക്കാൻ പോവുകയാണ്. വാ പോവാ, വാ മതി, വാ. ചായ കുടിക്കാൻ ചായ കാപ്പി എന്നെ കഴിക്കാനൊന്നുമില്ല പ്രശ്നം. ചായ ആയിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും നീ എന്തെങ്കിലും പറ, 2 വാക്ക്. മഴ നമ്മളിനി തിരിച്ച് ഫുഡ് എന്താ ചെയ്യുക, നമ്മുടെ പ്ലാൻ, നെക്സ്റ്റ് പ്ലാൻ എവിടെ നിന്ന് അത് മേടിക്കും പ്രശ്നം. ഗായ്സ് എന്ത് ചെയ്യാം, ഇപ്പം ഒന്നും പറയരുത്. ചൂട് ചായ ഊതി ഊതി കുടിക്കാനായിരുന്നു കുപ്പൻ ഇഷ്ടം. ഊതു അത്ര സൗണ്ട് മുറി വയസ്സിന് സൗണ്ട്. ട്രിപ്പ് ഓവർ. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് പറ. താങ്ക് യു ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ എന്താ ചെയ്യുക, പ്രസ് ചെയ്യുക.